ഈ PR വർക്ക് നടത്തുന്ന കുറച്ച് ടീംസുകളുണ്ടെന്ന് പറഞ്ഞു. ഇതല്ലാത്ത മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. ദിലീപ് കുറ്റക്കാരനാവണം എന്ന് നിർബന്ധമുള്ള മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. നമ്മുടെ മീഡിയ. അവരിങ്ങനെ ഓടി നടക്കാൻ ദിലീപിന്റെ പുറകെ ഓടി നടക്കുന്നു, ഇരയുടെ പുറകെ ഓടി നടക്കുന്നു. പൾസസിനെ കിട്ടുന്നില്ല. കിട്ടിയിരുന്നെങ്കിൽ അവന്റെ പുറകെ കോലും കൊണ്ട് ഓടി കിടന്നത്. എന്നിട്ട് സിനിമാ മേഖലയിലുള്ള സകല ആൾക്കാരുടെ പുറകെ കോലും കൊണ്ട് ഓടി കിടക്കുന്നു. ചുമ്മാ ഇല്ല, ഇതിലായിട്ട് യാതൊരു ബന്ധമില്ല. ഇതിൽ ഒന്നും അറിയാത്ത ആൾക്കാരുടെ ഒപ്പീനിയൻ ചോദിക്കാൻ പോകണം, ഡിഫെയിം ചെയ്യണം. വേറെ ഏതെങ്കിലും ഒരു റേപ്പ് കേസോ എന്തെങ്കിലും അക്യൂസേഷനോ എന്തെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ കോടതി വിധി പറഞ്ഞ് നിരപരാധിയാണെന്ന് വിട്ടു കഴിഞ്ഞാൽ ആദ്യം കുറ്റം പറഞ്ഞ മീഡിയക്കാർ തന്നെ രണ്ടാമത് തലയിൽ വെച്ച് കൊണ്ടാടി നടക്കും. ബട്ട് ദിലീപ് ആയതുകൊണ്ട് ചെയ്യുന്നില്ല. കാര്യം എന്താണ്? ദിലീപിനെതിരെ നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമേ മീഡിയക്കാർക്ക് കണ്ടന്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യുന്നു. ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് അതിലെന്താണ് പറയാനുള്ളത്? നിങ്ങൾ അങ്ങനെ തോന്നുള്ളൂ, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട്, ദിലീപ് അന്ന് അങ്ങനെ എഴുതില്ല, ദിലീപ് അന്ന് ഇങ്ങനെ എഴുതില്ലേ, പൾസറിന് ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ, കത്ത് എഴുതിയില്ലേ, മറ്റേ എഴുതിയില്ലേ, മറിച്ച് എഴുതിയില്ലേ എന്ന് പറഞ്ഞില്ല. എന്തിന്? ഫെയിമിൽ നിൽക്കുന്ന ഒരാളെ ഡീഫെയിം ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടന്റ് റീച്ചും അങ്ങേയറ്റാണ്. ദിലീപ് ഈസ് ആൻ ആക്ടർ. സോ പുള്ളിക്കാരനെ ഡീഫെയിം ചെയ്താൽ കിട്ടുന്ന ഒരു കണ്ടന്റും അതിന്റെ റീച്ചും ഹൈ ലെവലാണ്. അതുകൊണ്ട് കോലും പൊക്കിക്കൊണ്ട് ചെല്ലും. നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് മീഡിയ ഇപ്പം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ ലൈഫിൽ ഇടപെടണമെന്നുണ്ടെങ്കിലോ ആദ്യം കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും രണ്ടാമത് കോടതി വിധി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് തെറ്റുപറ്റിയതാണ്, അല്ലെങ്കിൽ തെറ്റുപറ്റിയെന്നൊന്നും പറയത്തില്ല, അതൊരിക്കലും മീഡിയ പറയത്തില്ല. തെറ്റിയെന്നൊന്നും ഒരിക്കലും പറയത്തില്ല. നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു വിട്ടയച്ചു എന്നുള്ള ഒരു സിംഗിൾ കൺസെപ്റ്റിലും കാര്യത്തിലും ഒറ്റ വാക്കിൽ ഒഴിവാക്കി ആ കോലൊന്ന് കാണിച്ചെന്ന് മതിയാക്കും. ബട്ട് ഇവിടെ ദിലീപ് ആയതുകൊണ്ട് ഇനിയും ഡീഫെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റീച്ച് കിട്ടും എന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് പിന്നെയും ചെല്ലും. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സിനിമാ മേഖലയിലുള്ള ആളല്ലേ, ദിലീപിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദിലീപ് അന്ന് അങ്ങനെ ചെയ്തോ? ദിലീപ് സുനിയുടെ തോളിൽ കൈയിട്ടോ? ദിലീപ് സുനിക്ക് വായിൽ വെച്ചു കൊടുത്തോ? ചോദിച്ചുകൊണ്ട് ചെല്ലും. എന്ത് കിട്ടുന്നു? എന്ത് തേങ്ങ കിട്ടുന്നു? ഇതിങ്ങനെ വീണ്ടും വളച്ചൊടിച്ച് ഒരു വിധി വന്ന സാധനമാണ്. പുള്ളിക്കാരൻ കുറ്റവാളിയല്ല എന്ന് ഒരു വിധി വന്ന ആളിനെ വീണ്ടും ഡീഫെയിം ചെയ്യാനായിട്ട് എന്തിനു നമ്മുടെ മീഡിയാസ് ഇങ്ങനെ നടക്കുന്നു?